ഇപ്പോഴും വേണമെങ്കിൽ 100 എണ്ണത്തിന് ഉണ്ടാക്കാൻ പറ്റും 100. ഈ 100ന്റെ ആഘോഷമാണ്. സിറാജ് ഉള്ളത്, SYS ഉള്ളത്, SSF ഉള്ളത്, കൊടിയുള്ളത്, 70 ഉള്ളത്, 50 ഉള്ളത്, പതാകയുള്ളത്, സുൽത്താനുൽ ഉലമയുള്ളത്. അതിനൊക്കെ പുറമെ അചഞ്ചലമായ ആദർശമുള്ള 100, അചഞ്ചലമായ ആദർശമുള്ള 100. ഈ 100ആണ് നമ്മൾ ആഘോഷിക്കുന്നത്. അതിൽ ആദ്യം പറഞ്ഞത് ഓക്കെ കാര്യം 100 എണ്ണത്തിന് ഉണ്ടാക്കാൻ കഴിയുന്നു, അത് ചിലപ്പോൾ ശരിയായിരിക്കും. അതിന്റെ അപ്പുറത്തേക്ക് ആ പറഞ്ഞതൊക്കെ പൊളിച്ച് എന്നെ ലാസ്റ്റ് പറയുന്ന ആദർശം, അചഞ്ചലമായ ആദർശം, മളിയേക്കൽ സഖാഫി ശംസുലമയാകുന്ന ആദർശ പ്രസ്ഥാനത്തിൽ നിന്ന് വഴിമാറി 2026 നിങ്ങൾ എത്തുമ്പോ എവിടെ നിങ്ങൾ ആദർശം? എന്ത് ആദർശമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തെ കുറിച്ചുള്ള പ്രത്യേകതയിൽ പഴുവറ്റിയില്ലേ? സ്വപ്നത്തിൽ പഴുവറ്റിയില്ലേ? മടവൂര് ശൈഖിനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ പഴുവ് സംഭവിച്ചില്ലേ? കറാമത്തിനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ പഴുവ് സംഭവിച്ചില്ലേ? ഹബീബായ തങ്ങൾ തരൂല, റസൂലുള്ളാഹിനോട് തരാൻ വേണ്ടി ചോദിക്കുമ്പോ തരാൻ കഴിയില്ല എന്ന് പറഞ്ഞില്ലേ നിങ്ങൾ? ഇതാ അചഞ്ചലമായ വിശ്വാസം. പേരോട് പറയട്ടെ, കൊടുക്കുന്നതും അല്ല മാത്രമാണ്. നമ്മൾ അമ്പിയാക്കളോട് ഇസ്തിഗാസ ചെയ്യുന്നതും ഔലിയാക്കളോട് ഇസ്തിഗാസ ചെയ്യുന്നതൊക്കെ അള്ളാഹുവിന്റെ തരാനുള്ള നിമിത്തം, അതിന്റെ കാരണം എന്ന നിലക്കാണ്. കഅബത്തിന്റെ അടുത്ത് നമ്മൾ പോയിട്ട് ഹജ്ജ് ചെയ്യുന്നത് കഅബ എന്തോ തരുമെന്ന് വിചാരിച്ചിട്ടില്ല. അവിടെ പോയിട്ട് അങ്ങനെയൊക്കെ ചെയ്താൽ അള്ളാഹ് നമ്മളെ ദോഷം പൂർത്തിയെന്ന് വിചാരിച്ചിട്ടാണ്. അതുപോലെ നബിതങ്ങളെ വിളിച്ച് തേടിയാൽ നബിതങ്ങൾ തരുമെന്നല്ല നമ്മുടെ വിശ്വാസം. തരുന്നവൻ അള്ളാഹുവാണ്. നബിതങ്ങൾ ഒരു നിമിത്തമാകും എന്ന് വിശ്വസിച്ചുകൊണ്ടാണ്. വിളിക്കൽ ഒരു നിമിത്തമാണ്, നബിതങ്ങൾ പോകൽ ഒരു നിമിത്തമാണ്, റസൂലുള്ളാഹിന്റെ ഒരു സ്വലാത്തിയൽ ഒരു നിമിത്തമാണ്, ഖുർആൻ ഓതൽ നിമിത്തമാണ്. ആകെ ഒരു നിമിത്തം പോയില്ലേരും. കഅബന്റെ അടുത്ത് വന്ന് ചോദിക്കുന്ന പോലെയാണ്. ആരോട് ചോദിക്കുന്നത്? കഅബയുടെ വരെ രക്ഷിതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂല് തരൂല എന്നല്ലേ പറഞ്ഞത് അയാള്. എങ്ങനെയുണ്ട് ഹബീബായ തങ്ങളെ കുറിച്ചുള്ള വാക്കാ? ഇതാങ്ങളെ ആദർശം. അത് പറഞ്ഞിട്ടല്ലേ കഴിവുകെട്ട വാപ്പയോട് ആരെ ഉപമിച്ചത്? ത്വാഹ റസൂലുള്ളാഹ്. 100 ആയിട്ടില്ലടോ. 89 മുതൽ 26 ആകുമ്പോഴേക്ക് എങ്ങനെ 100 ആകല്? അത് തന്നെ കള്ളത്തരം. ഈ വിമത സമസ്തയിൽ ഉണ്ടെന്ന് പറയപ്പെടുന്ന നിങ്ങളെ ആദർശത്തിന്റെ കഥ എന്താ? പേരോട് പറഞ്ഞോട്ടെ. ഒന്നിനും കഴിയാതെ കിടക്കുന്ന ബാപ്പ, ആ ബാപ്പാനോട് മകൻ വന്ന് പറയുന്നു, ബാപ്പ എനിക്കൊരു വീടുണ്ടാക്കി തരണം. കല്ല് പൊക്കാൻ അയാളെ കൊണ്ട് കഴിയൂല, മരം എടുക്കാൻ അയാളെ കൊണ്ട് എന്താ അയാൾക്കും കഴിയാതായോ? അയാൾക്ക് ആശാരിപ്പണി അറിയില്ല, അതേ പടവിന്റെ പണി അറിയില്ല. അയാളോട് വീടുണ്ടാക്കി തരണമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണമെന്നാണ്. ഇതുപോലെ നബിതങ്ങളോട് പറയാണ്, ഓ നബിയെ തങ്ങൾ വീട്ടിൽ തരാൻ, അതായത് അള്ളാഹു എന്റെ ആവശ്യം വീട്ടിൽ തരാൻ തങ്ങൾ ഇടപെടണമെന്ന്. മുഹമ്മദുർ റസൂലുള്ളാഹ് ഹബീബായ തങ്ങൾ കഴിവുകെട്ട വാപ്പയെ പോലെ എന്ന് ഉപമിച്ചത് മളിയേക്കൽ സഖാഫി അറിഞ്ഞിട്ടില്ലേ? ഇതാണോ അചഞ്ചലമായ വിശ്വാസം? പേരോട് ഇപ്പോൾ എവിടെയാ ഉള്ളത്? പേരോടിന്റെ വിധി എന്താ? നിയൽവാദി അള്ളാന്റെ റസൂലിനെ സംബന്ധിച്ച് വെറും നിമിത്തമാക്കി കഴിവുകെട്ട വാപ്പയോട് ഉപമിക്കുമ്പോ എന്താ നിങ്ങളെ വിധി? ഇമാം ഖാദി ഇയാദ് തങ്ങളുടെ പ്രസ്താവന, ഇമാം സുബ്കിയുടെ അസ്സൈഫുൽ മസ്ലൂൽ കേട്ടോ. അജ്മഅത്തിൽ ഉമ്മ അലാ അന്നൽ ഇസ്തിഗ്ഫാഫ ബിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനെ നിന്ദിക്കൽ കുഫ്റുൻ. അതിന്റെ വിധിയാണോ പറഞ്ഞത്? തനി കുഫ്റാണത്, കുഫ്രിയത്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവനെ പിടിച്ചിട്ടാണോ അചഞ്ചലമായ വിശ്വാസം വെച്ചു പുലർത്താൻ നിങ്ങൾ പോകുന്നത്? കാന്തപുരം ഉസ്താദിനെ വരെ ഈ കൂട്ടത്തിൽ കിട്ടുകയില്ല. ഹബീബായ തങ്ങളെ കുറിച്ച് പറഞ്ഞ് രേഖപ്പെടുത്തുന്നു, യഅലം അന്ന ജമീഅ മൻ സബ്ബ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔ ആബഹു ഔ അൽഹഖ ബിഹി നഖ്സ ഫീ നഫ്സിഹി ഔ നസബിഹി ഔ ദീനിഹി ഔ ഖസ്ലത്തിൻ മിൻ ഖിസാലിഹി അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹ്. അവിടുത്തെ ഉന്നതമായ സ്ഥാനം ഒരാൾ കുറച്ചാൽ, ഹബീബായ തങ്ങളെ സംബന്ധിച്ച് ന്യൂനത പറഞ്ഞാൽ,
അവിടുത്തെ ശരീരത്തിലേക്കോ അവിടുത്തെ തറവാട്ടിലേക്കോ അവിടുത്തെ ഏതെങ്കിലും ഒരു വിശേഷണത്തെയോ കുറച്ചാൽ ഫഹുവ സാബ്ബുൽ ലഹു, അവൻ ഹബീബായ തങ്ങളെ ചീത്ത പറഞ്ഞവനാണ്. വൽ ഹുക്മു ഫീഹി ഹുക്മുസ് സാബ്ബി യുഖ്തലു, ഇസ്ലാമിക ഭരണമുള്ള നാട്ടിലാണെങ്കിൽ അവനെ ഖത്ൽ ചെയ്യപ്പെടണം, അവൻ മുർത്തദ്ദാണ്, അവൻ കുഫ്രിയത്തിലാണ് എന്നല്ലേ ഖാദിയാദിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് മഹാനരായ ഇമാം സുബ്കി ഉദ്ധരിക്കുമ്പോ ഹബീബായ തങ്ങളെ ഏറ്റവും മോശമാക്കി കഴിവുകെട്ട വാപ്പയോട് ഉപയോഗിക്കുന്ന ഈ കുഫ്രിയത്താണോ നിങ്ങളുടെ അചഞ്ചലമായ വിശ്വാസം എന്ന് പറയുന്നത്? ഇയാളല്ലേ ഇവിടുത്തെ നാശം, ഇയാളല്ലേ ഇവിടുത്തെ ദുരന്തം, ഇയാൾക്ക് വഴിപ്പെട്ടതല്ലേ ബിസിനസ്മാൻ അടക്കം കുടുങ്ങിയത്. എന്നിട്ട് അചഞ്ചലമായ വിശ്വാസമാണല്ലേ പല വിശ്വാസം. എവിടെ എത്തി നിങ്ങള്? എന്നിട്ട് ഇബ്നു തൈമിയ്യക്ക് ഒരു ക്ലീൻ ഷീറ്റും അല്ലേ? ഇബ്നു തൈമിയ്യ തൗബ ചെയ്തു എന്ന് പറഞ്ഞില്ലേ? ഇവിടെ വെച്ചോടുക്ക്. وكتبه أحمد بن تيمية ثم أشهدوا عليه أنه تاب مما ينافي ذلك مختارا. അങ്ങനെ നേരത്തെ അതിനെതിരായിട്ട് അദ്ദേഹം ചിലപ്പോൾ പറഞ്ഞു പോയതോ എഴുതിപ്പോയതോ ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം അദ്ദേഹം തൗബ ചെയ്തു എന്നതിന് അവർ സാക്ഷികളെയും നിർത്തി. മുഖ്താറൻ, ആരും നിർബന്ധിച്ചിട്ടൊന്നല്ല, യഥേഷ്ടം തന്നെ. ഇബ്നു തൈമിയ്യ തൗബ ചെയ്തു എന്ന് പച്ചനുണ കിതാബിനെ വരെ ദുർവ്യാഖ്യാനിച്ചു പറയുമ്പോ ഞങ്ങളൊരു വാക്ക് പറഞ്ഞോട്ടെ. ഈ നിയൽവാദിയായ ഈ കാലഘട്ടത്തിന്റെ ശാപം ത്വാഹ റസൂലുള്ളാഹ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തരെ പറഞ്ഞ ഇയാൾ മടങ്ങിയില്ല എങ്കിൽ ഞങ്ങൾ പറഞ്ഞേക്കാം, ഇയാളുടെ അന്ത്യം എല്ലാവർക്കും കാണാൻ പറ്റുന്ന രൂപത്തിൽ ഒരു വലിയ ദൃഷ്ടാന്തമായി തന്നെ ഇവിടെ സംഭവിക്കാൻ പോവുകയാണ്. യാതൊരു സംശയവും വേണ്ട. കാരണം കളി ആരോടാ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അങ്ങനെ ഇയാളുടെ അന്ത്യമുണ്ടാകൂ, എല്ലാവർക്കും കാണാൻ പറ്റിയ രൂപത്തിൽ. ഏറ്റവും വലിയ ഗുരുത്തക്കേട് എ പി ഉസ്താദിന്റേത് തന്നെ. ബ്ലാക്ക് മെയിൽ ചെയ്ത് അങ്ങോട്ട് കയറി പഠിപ്പിച്ച് എന്നിട്ട് കിതാബ് നോക്കാത്രേ. ഇൽമാണോ ഇയാളെ കയ്യിലുള്ളത്? ഇൽമല്ല, ദുൽമാണ് കയ്യിലുള്ളത്. എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞതുപോലും അംഗീകരിക്കാൻ കഴിയാതെ എന്ത് ഇൽമ ഇയാളെ കയ്യിലുള്ളത്? അതുകൊണ്ട് ഇയാളെ സൂക്ഷിക്കണം. ഇയാൾ പറയുന്ന അബദ്ധമാണ്. ഇമാമിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ തനി കുഫ്രിയത്താണ്. അതാണ് ഇവിടെ അചഞ്ചലമായ വിശ്വാസം. എന്നിട്ട് ഞങ്ങളെ തകർക്കാൻ കേസ് കൊടുക്കുക, കള്ളക്കേസ് ഉണ്ടാക്കുക, കള്ള വീഡിയോ ഉണ്ടാക്കുക. ഞങ്ങൾ പറയുന്നത് ആദർശാണ്. നിങ്ങൾ ഈ പറഞ്ഞുണ്ടാക്കുന്നതോ നിങ്ങൾ ചെയ്യാൻ പോകുന്നതോ ഒക്കെ ഈ ജാതി ചപ്പടാച്ചികൾ. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ആദർശ പോരാട്ടത്തെ നേരിടാൻ നിങ്ങളുടെ ഈ തോന്നിവാസങ്ങൾക്ക് കഴിയില്ല. മാളിയേക്കലിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ലേ ഈ അചഞ്ചലമായ വിശ്വാസമൊക്കെ ചഞ്ചലമായി പോയിട്ടുണ്ട് എന്നുള്ളത്? എന്നാ മുജാഹിദ് ബാലുശ്ശേരിയെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തോട്ടെ, എന്നിട്ടെങ്കിലും ഒന്ന് തിരിയട്ടെ. ഒരൊറ്റ സിദ്ദീഖിന്റെ പേര് ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതിനാണ്. എന്നാ പേരോട് നിങ്ങളെല്ലാവരും കുറ്റ്യാടി കേൾക്കാണ് പേരോട്. ഞാൻ ആത്മാർത്ഥമായി പറയുന്നത്, പേരോടിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. പേരോട് മെല്ലെ മെല്ലെ സത്യത്തിലേക്ക് അടുക്കുന്നുണ്ട്. പേരോട് സത്യത്തിലേക്ക് അടുക്കുന്നുണ്ട്. ഇപ്പൊ സമസ്തയുടെ കൂട്ടത്തിൽ അല്പം മനസാക്ഷി കുത്തും മരിച്ചു പോകല്ലോ എന്ന് ഓർക്കുകയും ചെയ്യുന്ന ഒരാള് പേരോട് അതിന് മനസ്സക്കാഫിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഹിദായത്ത് കിട്ടാൻ, യഥാർത്ഥ ഇസ്ലാമിലേക്ക് അദ്ദേഹം വരാൻ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. നമുക്ക് പേരോടിന്റെ ക്ലിപ്പ് കേൾക്കാം. കണ്ടങ്ങള് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഓനക്കയിലേക്ക് കൊണ്ടുവരാനുള്ള പണി. ഇതെന്താ സംഭവം എന്ന് അറിയങ്ങള്? അന്ന് ഇ കെ ഉസ്താദിനെ പേര് പറഞ്ഞ് കളിയാക്കിയതായി വൻ. ഇ കെ ഉസ്താദിന്റെ ശബ്ദം എടുത്ത് നിങ്ങൾക്ക് ഓർമ്മല്ലേ? ഇ കെ ഉസ്താദിന് മനംമാറ്റം വന്നു എന്നാ പറഞ്ഞു. ഇപ്പൊ ആർക്കാ മനംമാറ്റം വന്ന്? അടിസ്ഥാനം തന്നെ പോയില്ലേ? ഷഹാദത്തല്ലേ അടിത്തറ. അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹിലാണോ ഈ നിയൽവാദിയുടെ വിശ്വാസം? നിയലുള്ള റസൂലുണ്ടോ? പിശാചി വരുന്ന റസൂലുണ്ടോ? കഴിവുകെട്ട വാപ്പയെ പോലെയുള്ള റസൂൽ ഇവിടെ ഉണ്ടോ? ഒന്നിനും പറ്റാത്ത ഗുളികയായ റസൂലുണ്ടോ? തരാൻ പറ്റാത്ത റസൂലുണ്ടോ?
മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്തിൽ പറഞ്ഞ മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലാഹു സർവ്വ കഴിവും കൊടുത്തവരാ. ലോകത്ത് ഇല അനങ്ങുന്നുണ്ടെങ്കിൽ അതറിയുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗ്ഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിലേക്ക് ഒരാളെ കടത്താൻ അർഹതയുണ്ടെങ്കിൽ ആ അർഹതയും അംഗീകാരവും കഴിവുള്ള നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നരകത്തിൽ നിന്നൊരാളെ രക്ഷപ്പെടുത്താൻ അല്ലാഹു അധികാരം കൊടുക്കുന്ന ആദ്യത്തെ നേതാവ് അവ്വലു ശാഫിഅ് അവ്വലു മുശഫഅ് അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന AP വിഭാഗത്തിലെ പാവപ്പെട്ട പ്രവർത്തകരോട് ഒറ്റ വാക്ക് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ ആഖിറം ഈ നിയൽവാദിക്ക് വേണ്ടി കളയണ്ട. അള്ളാന്റെ ഒരാളെ തൊട്ടാൽ രക്ഷല്ല. ഞങ്ങളോട് വേണേ നിങ്ങൾ വാശി പ്രകടിപ്പിച്ചോ. നിങ്ങൾ കുറ്റം പറയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഇരുന്നൊരു ജുസു കുറ്റം പറഞ്ഞ ഒരു കുഴപ്പമില്ല. ഞങ്ങൾ അഡ്വാൻസായി പുറത്തു തരാം. പലർക്കും ഇങ്ങോട്ട് വികാരം ശമിക്കാത്തത് കൊണ്ട് എനിക്ക് 4 മെസ്സേജാ. സ്വാഗതം, എന്ത് തെറി നിങ്ങൾക്ക് പറയാം, ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങളുടെ നേതാവ് സാക്ഷാൽ കാന്തപുരം ഉസ്താദ് പോയി ഇരുന്ന ആ സ്ഥലം, ഇന്ന് വരെ അവിടുത്തെ മഹത്തല്ലാതെ ഒന്നും പറയാത്ത ആ സ്ഥലം, നല്ല നല്ല ഉപദേശങ്ങൾ പറഞ്ഞു കൊടുത്ത സ്ഥലം, അങ്ങനെയുള്ള മശായിഖിനെ പറഞ്ഞ് നിങ്ങളുടെ ആഖിറം നഷ്ടപ്പെടുത്തല്ല. തനി കുഫിരിയത്തിന്റെ കൂടെ കൂടിയിട്ട് SSF ഞങ്ങളെ കയ്യിലുണ്ട്. SSF ഉണ്ടായിട്ട് കാര്യമില്ലടോ, ആദർശം വേണം. എസിന്റെ ആദ്യത്തെ അക്ഷരം S ആണെങ്കിൽ, സുന്നിയെ സൂചിപ്പിക്കുന്നതാണെങ്കിൽ, കഴിവുകെട്ട വാപ്പ എന്ന് വിശ്വസിക്കുന്നവനോടൊരു എസ് എവിടെ? സാത്താൻ എന്നർത്ഥം വെക്കേണ്ടി വരും. സുന്നിയോടെ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ശരിക്കും മടങ്ങിക്കോളി ശംസുൽ ഉലമയുടെ വഴിയിലേക്ക്.